ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ യോഹന്നാന്റെ സുവിശേഷം 18, 19 എന്നീ 2 അധ്യായങ്ങളിലെ കർത്താവ് അനുഭവിക്കുന്ന പീഡാസഹനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുടെ ആരംഭം നമ്മൾ കുറിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ സമാന്തര സുവിശേഷകന്മാരിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതും എന്നാൽ സമാന്തര സുവിശേഷകന്മാരിൽ ഇല്ലാത്തതും യോഹന്നാന്റെ മാത്രം പ്രത്യേകതയുമായ ചില പരാമർശ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അതിനുശേഷം പീഡാനുഭവ രംഗങ്ങളിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ ക്ഷണിച്ചത്. അതിലൊന്നാമത്തേത് കർത്താവിൻ്റെ സമയത്തെക്കുറിച്ചുള്ള പരാമർശം നമ്മൾ ചർച്ച ചെയ്ത് പൂർത്തിയാക്കി. അതിൻ്റെ രണ്ടാമത്തെ പരാമർശം എന്ന് പറയുന്നത് മനുഷ്യപുത്രൻ്റെ ഉയർത്തപ്പെടലുമായി ബന്ധപ്പെട്ടുള്ള യോഹന്നാൻ്റെ പ്രതിപാദ്യമാണ്. ആ വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യത്തെ വിഷയമെന്ന് പറയുക കർത്താവിൻ്റെ പീഡാസഹനത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങളിൽ ഒന്ന് കർത്താവിൻ്റെ സമയമായിരുന്നുവെങ്കിൽ മറ്റൊന്ന് മനുഷ്യപുത്രൻ്റെ ഉയർത്തപ്പെടലുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയുടെ പീഡാനുഭവത്തോട് നേരിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. സമാന്തര സുവിശേഷങ്ങളിലെ 3 പീഡാനുഭവ പ്രവചനങ്ങളായ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21-ാം തിരുവചനവും 17-ാം അധ്യായം 22, 23 വാക്യങ്ങളും 20-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വചനങ്ങളിലും പീഡാനുഭവ പ്രവചനങ്ങളായി സമാന്തര സുവിശേഷകനായ മത്തായി അവതരിപ്പിച്ചിരിക്കുന്ന വചനഭാഗങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയുടെ ഉയർത്തപ്പെടലിനെ പറ്റി പറയുന്ന 3 പ്രസ്താവനകൾക്ക് സമാന്തരമായിട്ടാണ് ഈ വചനഭാഗങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നതും ഇവിടെ നമ്മൾ സാമ്യമായി കാണാൻ സാധിക്കുന്ന കാര്യമാണ്. യോഹന്നാന്റെ 3-ാം അധ്യായം 14-ാം തിരുവചനത്തിലും 8-ാം അധ്യായം 28-ാം തിരുവചനത്തിലും 12-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വചനങ്ങളിലും കർത്താവ് ഉയർത്തപ്പെടും എന്നതിനെക്കുറിച്ച് അവൻ്റെ മഹത്വീകരണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 ഇടങ്ങളിൽ അവൻ്റെ മഹത്വീകരണത്തെക്കുറിച്ച് പറയുന്നത് പോലെ സമാന്തര സുവിശേഷകനായ മത്തായിയും 3 തവണ കർത്താവിൻ്റെ മഹത്വീകരണത്തെക്കുറിച്ച് പീഡാനുഭവ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്നുണ്ട്. ഈ വിഷയത്തിൻ്റെ ഉത്ഭവം സഹനദാസനെ പറ്റിയുള്ള യേശയ്യാ പ്രവാചകൻ്റെ 4-ാം കീർത്തനം എന്നറിയപ്പെടുന്ന യേശയ്യായുടെ പ്രവചന ഗ്രന്ഥം 52-ാം അധ്യായമാണ്. പ്രധാനമായും 13-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശയ്യാ 52:13 സഹനദാസനായി യേശയ്യാ പ്രവാചകൻ ഈശോയെ അവതരിപ്പിക്കുന്ന വചനഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇതിലൂടെ മനുഷ്യപുത്രൻ്റെ ഉയർത്തപ്പെടലിനെക്കുറിച്ചും അവൻ്റെ മഹത്വീകരണത്തിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചുമാണ് യോഹന്നാൻ സുവിശേഷകൻ പരാമർശിക്കുന്നത് എന്നുള്ളതും പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശയ്യാ പ്രവാചകനിലെ സഹനദാസൻ്റെ ഉയർത്തപ്പെടൽ ഈശോയുടെ ഉത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലും പൂർത്തീകരിക്കപ്പെടുന്നതായി ആദിമസഭ വിശ്വസിച്ചിരുന്നു എന്ന് നടപടി പുസ്തകം അഥവാ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ ഗ്രന്ഥം 2-ാം അധ്യായത്തിൻ്റെ 33-ാം തിരുവചനവും അതിനുശേഷം 5-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനവും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വചനഭാഗങ്ങളാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹായും സഭയുടെ ഈ വിശ്വാസം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 9, 10 വാക്യങ്ങളിൽ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഉയർത്തപ്പെടൽ കുരിശിൽ യാഥാർത്ഥ്യമായി യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ
32, 33 വാക്യങ്ങളിൽ നമ്മൾ പഠിച്ച വചനഭാഗമാണവ. ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്നും അവനിത് പറഞ്ഞത് താൻ ഏതു വിധമുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് എന്നുമുള്ള പരാമർശങ്ങൾ യോഹന്നാൻ 12-ാം അധ്യായത്തിൻ്റെ 32, 33 വാക്യങ്ങളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഉയർത്തപ്പെടുക, അവൻ മഹത്വീകരിക്കപ്പെടുക എന്നുള്ളത് പീഡാനുഭവ രംഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശ വിഷയങ്ങളിലൊന്നാണ് എന്ന് ഇവ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ സ്വർഗാരോഹണത്തെ ഉയർത്തപ്പെടലായി ആദിമസഭ കാണുവാനുള്ള കാരണം, സ്വർഗാരോഹണം പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുന്ന അവിടുത്തെ രാജകീയ സ്ഥാനാരോഹണമായി പരിഗണിച്ചതുകൊണ്ടാണ്. എൻത്രോൺമെൻറ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കാറുണ്ട്. സിംഹാസനസ്ഥനാകുക, സ്ഥാനാരോഹണം ചെയ്യുക എന്നൊക്കെ നമ്മൾ എൻത്രോൺമെൻറ്റ് എന്ന വാക്കിന് അർത്ഥം കൊടുക്കാറുണ്ട്. കർത്താവ് ഉദ്ധാനം ചെയ്തതിനു ശേഷം അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് അവൻ്റെ ഉയർത്തപ്പെടലായി ആദിമസഭ വിശ്വസിച്ചിരുന്നു. അവരങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ കാരണം ഇതാണ്: പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുന്ന കർത്താവിനെയാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നത് എന്ന പ്രത്യേകതയാണ്. സ്വർഗാരോഹണത്തെ തുടർന്ന് തനിക്ക് സ്വന്തമായുള്ളവരുടെ മേൽ ഈശോ കർത്തൃത്വം നടത്തുന്നു എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അഥവാ നടപടി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 34, 35, 36 വാക്യങ്ങൾ. അതിനുശേഷം പൗലോസ് അപ്പസ്തോലനും ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനത്തിലും അപ്രകാരമുള്ള ഒരു വചനം പരാമർശിക്കുന്നതായി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനായി സാധിക്കും. ഇവിടെയൊക്കെയും ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത് എപ്രകാരമാണ് കർത്താവിൻ്റെ ഉത്ഥാനത്തെയും അതിനുശേഷമുള്ള സ്വർഗാരോഹണത്തെയും ഉയർത്തപ്പെടലായി ആദിമ ക്രൈസ്തവ സമൂഹം കണ്ടത് എന്നുള്ളതും അതിൻ്റെ വശം പിടിച്ചുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ മഹത്വീകരണത്തെക്കുറിച്ച്, ഉയർത്തപ്പെടലിനെക്കുറിച്ച് പീഡാനുഭവ രംഗങ്ങളിൽ തന്നെയും യോഹന്നാൻ സുവിശേഷകൻ പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളതും ഇവിടെ പ്രസ്താവ്യമായ കാര്യങ്ങളാണ്. ഉയർത്തപ്പെടൽ കുരിശിൽ തന്നെ സംഭവിക്കുന്നതായി യോഹന്നാൻ പരിഗണിക്കുന്നു എന്നുള്ളതാണ് യോഹന്നാൻ്റെ ആഖ്യാന ശൈലിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുക. അവൻ കുരിശിലാണ് മഹത്വീകരണം പ്രാപിച്ചത്. ജീസസ് ഈസ് ഗ്ലോറിഫൈഡ് ഓൺ ദ ക്രോസ് എന്നുള്ളതാണ് യോഹന്നാൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുരിശിലുള്ള ഈശോയുടെ ഉയർത്തപ്പെടൽ ഈ സുവിശേഷങ്ങളിൽ രക്ഷാകരമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 14, 15 വാക്യങ്ങളിലും 8-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനത്തിലും റഫറൻസുകളായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വായിക്കാൻ സാധിക്കും. ഈശോയുടെ രക്ഷാകരമായ ദൈവശാസ്ത്രപരമായ അവതരണമാണ് യോഹന്നാൻ കുരിശിലുള്ള ഉയർത്തപ്പെടലിനെ കാണിക്കുന്നതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ 12-ാം അധ്യായത്തിൻ്റെ 31, 32 വാക്യങ്ങളിൽ കർത്താവിനെ രാജാവായി ചിത്രീകരിച്ചുകൊണ്ടും യോഹന്നാൻ സുവിശേഷകൻ പരാമർശം നടത്തുന്നുണ്ട്. കുരിശിൽ നിന്നും ഈശോ എല്ലാ മനുഷ്യരെയും ആകർഷിക്കുകയും എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ദൈവശാസ്ത്ര ചിന്തയാണ് യോഹന്നാൻ സുവിശേഷകൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത്, സംവദിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കർത്താവിൻ്റെ ഉയർത്തപ്പെടൽ യോഹന്നാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് പീഡാനുഭവ രംഗങ്ങളിൽ അവിടെ അവൻ പരിഹസിക്കപ്പെടുകയോ എളിമപ്പെടുകയോ അല്ല, അവൻ പരാജയപ്പെടുന്നൊരു മിശിഹായല്ല, മറിച്ച് അവൻ മഹത്വീകരിക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്യുന്ന മിശിഹായാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ തിരുവചന ഭാഗം ചെയ്യുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് പ്രിയപ്പെട്ട 2 പ്രതിപാദ്യ വിഷയങ്ങളാണ് പീഡാനുഭവ രംഗങ്ങളിൽ പ്രധാനമായും. ഒന്ന് കർത്താവിൻ്റെ സമയം, രണ്ടാമത്തേത് അവൻ്റെ ഉയർത്തപ്പെടൽ എന്ന 2 കാര്യങ്ങൾ. ഇനി നമ്മൾ 3-ാമത്തെ പരാമർശത്തിൻ്റെ പ്രത്യേകതയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 3-ാമത്തെ പരാമർശം എന്ന് പറയുന്നത് യുഗാന്ത സംഭവങ്ങളുടെ മുന്നാസ്വാദനം എന്നുള്ളതാണ്. യുഗാന്തത്തെക്കുറിച്ച് യോഹന്നാൻ്റെ ദൈവശാസ്ത്രം നമ്മൾ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എസ്കത്തോളജി,
എസ്കത്തോളജി എന്നാൽ ദ എൻഡ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം, യുഗാന്തം എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലേക്ക് അതിനെ തർജ്ജമ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. യുഗാന്തത്തിൽ നടക്കേണ്ട പല സംഭവങ്ങളും കുരിശിൽ നടന്നതായി യോഹന്നാൻ ശ്ലീഹ പരിഗണിക്കുന്നു എന്നുള്ളതാണ് യോഹന്നാൻ്റെ ഒരു പ്രത്യേകത. ഒരു ഉദാഹരണം പറയാവേ. യോഹന്നാൻ ഇപ്രകാരം നൽകുന്ന കർത്താവിൻ്റെ കുരിശിൽ തന്നെയും യുഗാന്തത്തിൽ നടക്കേണ്ട പല കാര്യങ്ങളും സംഭവിച്ചതായുള്ള യോഹന്നാൻ്റെ പരാമർശങ്ങളിൽ പ്രധാനപ്പെട്ടവ എന്ന് പറയുക രക്ഷ, അതോടൊപ്പം ശിക്ഷ, ജീവൻ, വിധി, ചിതറിക്കിടക്കുന്ന ദൈവമക്കളുടെ ഒരുമിച്ച് കൂട്ടൽ തുടങ്ങിയവയൊക്കെയും ഇപ്രകാരമുള്ള യുഗാന്ത അനുഭവങ്ങളായി മറ്റുള്ളവർ വ്യാഖ്യാനിക്കുമ്പോൾ യോഹന്നാൻ ഇതെല്ലാം കർത്താവിൻ്റെ പീഡാസഹനത്തിൽ തന്നെയും ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്, നമ്മളെ രക്ഷിക്കാനാണ് അവൻ കുരിശിൽ മരിച്ചത്, നമ്മുടെ ശിക്ഷ ഇല്ലാതാക്കാനാണ് അവൻ കുരിശിൽ ഉയർത്തപ്പെട്ടത്, നമുക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ് അവൻ ഭൂമിയിലേക്ക് വന്നത് തന്നെ. അതുകൊണ്ട് തന്നെയും നമുക്ക് വിധിയുണ്ടാവുകയില്ല എന്നവൻ സൂചിപ്പിക്കുന്നു, പാപമില്ലാതെ ജീവിച്ചാൽ. ഒപ്പം ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതും കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു എന്ന് യോഹന്നാൻ സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ രക്ഷയും ശിക്ഷയും ജീവനും മരണവും ഇതൊക്കെ ശിക്ഷാവിധിയുടെ ഭാഗങ്ങളാണല്ലോ. പ്രകാശവും സത്യവുമായ മിശിഹായുടെ മുമ്പിൽ ഓരോരുത്തരും എടുക്കുന്ന വിശ്വാസത്തിൻ്റെയോ അവിശ്വാസത്തിൻ്റെയോ നിലപാടുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് യോഹന്നാൻ സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിനെ കണ്ടവർ അവനിൽ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അവൻ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെയും പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് മറ്റുള്ളവരെ അവനിലുള്ള വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ടുള്ളവയായിരുന്നു. അതുകൊണ്ട് തന്നെയും നീ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നതിനെ അനുസരിച്ചിരിക്കും നിന്നെക്കുറിച്ചുള്ള യുഗാന്തപരമായ പരാമർശങ്ങൾ എന്ന് പറയാൻ പറ്റും. നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം എന്നുള്ള ഓർമ്മപ്പെടുത്തലിലൂടെയാണ് അവ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ നിലപാടുകൾ എടുക്കുന്ന നിമിഷം തന്നെ വിധിയുടെ അനുഭവം അവനിൽ യാഥാർത്ഥ്യമാവുകയും ചെയ്യും എന്നുള്ള യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം തിരുവചനത്തിലെ പരാമർശ വിഷയം ഇവിടെ എടുത്തുദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പഠിച്ച വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനം. ആ വചനം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനും സാധിക്കും. എഴുതിയിട്ടിട്ടുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല, വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പരാമർശം. ഈ പരാമർശം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും വഴി നടത്തുന്നതും വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശ വിഷയം എന്നതിനെക്കുറിച്ചാണ്. രക്ഷയ്ക്ക് ആധാരം എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെയും അവിശ്വാസം യോഹന്നാൻ്റെ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ പാപമാണ്. അവിശ്വസിക്കുക, യേശു കർത്താവ് ദൈവമാണ് എന്ന കാര്യത്തിൽ, അവൻ രക്ഷകനാണ് എന്ന കാര്യത്തിൽ ആരെങ്കിലും അവിശ്വാസം രേഖപ്പെടുത്തിയാൽ അതാണ് അടിസ്ഥാനപരമായ പാപമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് യോഹന്നാൻ സുവിശേഷകൻ. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. എന്നിട്ട് പറയാണ്, വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷാവിധിയിൽ നിന്നും ഒഴിവാകാൻ നമുക്ക് കർത്താവിലുള്ള വിശ്വാസം കാരണമാകും എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് യോഹന്നാൻ സുവിശേഷകൻ. യോഹന്നാൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ഈശോ ജീവിച്ചിരുന്ന കാലത്തു തന്നെ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈശോയുടെ ഉയർത്തപ്പെടലിൻ്റെ സമയത്തിലും നിമിഷത്തിലും ഇപ്രകാരം ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 12-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങളിൽ ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും,
ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും തുടങ്ങിയ പരാമർശങ്ങളൊക്കെയും വെളിപ്പെടുത്തുന്നത് 12-ാം അധ്യായം 31-32 വാക്യങ്ങളിലാണ്. ചിതറിക്കിടക്കുന്ന ദൈവമക്കളുടെ ഒരുമിച്ച് കൂടലിനെ പറ്റിയുള്ള ജെറമിയായുടെ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ ജെറമിയ പ്രവാചകൻ കുറിച്ചു വച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കപ്പെട്ടത് പന്തക്കുസ്ത അനുഭവത്തിലാണെങ്കിൽ 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം അത് ഈശോ കുരിശ് ഉയർത്തപ്പെടുമ്പോൾ തന്നെ പൂർത്തീകരിക്കപ്പെടുന്നതായി യോഹന്നാൻ 11-ാം അധ്യായത്തിൻ്റെ 51-52 വാക്യങ്ങളിലും 12-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വചനഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെയും യുഗാന്തോന്മുഖമായ പരാമർശങ്ങളെ കാൽവരി കുരിശിലുള്ള കർത്താവിൻ്റെ പീഡാസഹനങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് ധ്യാനിക്കാനാണ് ഒരു മുന്നാസ്വാദനം എന്ന തരത്തിൽ യോഹന്നാൻ സുവിശേഷകൻ പരിശ്രമിക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ കൗതുകകരമായ ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള 4-ാം സുവിശേഷകൻ്റെ പീഡാനുഭവ വിവരണങ്ങളിൽ 3 പ്രധാനപ്പെട്ട പരാമർശങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിലൊന്നാമത്തേത് ഈശോയുടെ സമയമായിരുന്നു. രണ്ടാമത്തേത് കർത്താവ് ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണെങ്കിൽ, മൂന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു യുഗാന്തോന്മുഖമായ പരാമർശങ്ങളാണ് മുന്നാസ്വാദനമായി കാൽവരി കുരിശിലെ പീഡാസഹനത്തിലൂടെ യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും നേരം കൊണ്ട് മനസ്സിലാക്കിയത് യോഹന്നാന്റെ സുവിശേഷം 18-19 അധ്യായങ്ങളിലെ പീഡാനുഭവ മരണ രംഗങ്ങളിൽ ഏതൊക്കെയാണ് യോഹന്നാൻ്റെ ഒറിജിനൽ കോൺട്രിബ്യൂഷൻസ് എന്നതും സമാന്തര സുവിശേഷകന്മാരിലുള്ളതും യോഹന്നാൻ ഏറ്റെടുക്കാത്തതുമായ വചനഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം പീഡാസഹനങ്ങളിലെ 3 പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. 1, യേശുവിൻ്റെ സമയം. 2, മനുഷ്യപുത്രൻ്റെ ഉയർത്തപ്പെടൽ. മൂന്നാമത്തേത് അതിനുശേഷം പരാമർശിക്കപ്പെടുന്നത് യുഗാന്തോന്മുഖമായ മുന്നാസ്വാദനം എന്നിവയാണ്. ഇനി നമ്മൾ പീഡാനുഭവ വിവരണത്തിൻ്റെ ഘടന ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. എപ്രകാരമാണ് യോഹന്നാൻ സുവിശേഷകൻ 18-19 എന്നീ 2 അധ്യായങ്ങളിലൂടെ പീഡാനുഭവത്തിൻ്റെ ഘടനയെ വിവരിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വായന എളുപ്പമാക്കാനായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പീഡാനുഭവ വിവരണത്തെ പ്രധാനമായും 5 ഭാഗങ്ങളായി തിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. 5 ക്ലാസിഫിക്കേഷൻസ് ഓർ സബ് ഡിവിഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ 18-19 അധ്യായങ്ങളിലുള്ള നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളെ 5 ഭാഗങ്ങളായി തരംതിരിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ 5 ഭാഗങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഏക കേന്ദ്രീകൃത ഘടനയിലാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് കോൺസെൻട്രിക് സ്ട്രക്ചർ എന്നാണ്. ഏകകേന്ദ്രീകൃതമായി എന്ന് പറഞ്ഞാൽ അതെപ്രകാരമാണ് ഏകകേന്ദ്രീകൃതം എന്ന് പറയുക? A1, B1, C എന്നിങ്ങനെയുള്ള പരാമർശമാണ് ഏകകേന്ദ്രീകൃതമായ ഘടന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സി ആണ് അതിൻ്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുക. സിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി ഒരു വചനം, അതിനോട് ചേർന്ന് പോകുന്ന മറ്റൊരു വചനം അതിനുശേഷവും വരുന്നു. അതിനു തൊട്ട് മുൻപും അതിനുശേഷവും വരുന്ന വചനഭാഗങ്ങളെ A1 എന്ന രീതിയിലും ക്രമപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു പരാമർശത്തിലൂടെയാണ് കോൺസെൻട്രിക് സ്ട്രക്ചറിൽ ഉപയോഗിച്ചുകൊണ്ട് ഏക കേന്ദ്രീകൃത ഘടനയിലൂടെ പീഡാനുഭവ വചനഭാഗങ്ങളെ 5 ഉപവിഭാഗങ്ങളായി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ഗത്സമൻ തോട്ടത്തിൽ വെച്ചാണ് ഈശോ ബന്ധനസ്ഥനാകുന്നതെങ്കിൽ നമ്മൾ അപ്രകാരമാണ് കാണുന്നത് സുവിശേഷങ്ങളിൽ. ഈശോ ബന്ധനസ്ഥനാകുന്നതെങ്കിൽ മറ്റൊരു തോട്ടത്തിലാണ് ഈശോയുടെ മൃതസംസ്കാരം നടക്കുന്നത്. പിടികിട്ടിയോ നിങ്ങൾക്ക്? കോൺസെൻട്രിക് സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. 18-ാം അധ്യായം ആരംഭിക്കുന്നത് ഗത്സമൻ തോട്ടത്തിലുള്ള കർത്താവിനെ ബന്ധിക്കുന്ന വചനഭാഗങ്ങളായിട്ടാണെങ്കിൽ
19-ാം അധ്യായം അവസാനിക്കുന്നത് മറ്റൊരു തോട്ടത്തിൽ ശവസംസ്കാരം നടക്കുന്നു, കർത്താവിനെ അടക്കുന്നു എന്നുള്ള വചനഭാഗത്തോടെയാണ്. ഇതാണ് A1 എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എ എന്നത് ഗത്സമൻ തോട്ടത്തിൽ കർത്താവിനെ പിടികൂടുന്ന ഭാഗമാണെങ്കിൽ, A1 എന്ന് പറയുന്ന 19-ാം അധ്യായം അവസാനിക്കുന്ന ഭാഗത്തുള്ള കർത്താവ് മറ്റൊരു തോട്ടത്തിൽ അടക്കപ്പെടുന്ന വചനഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ തോട്ടത്തിൽ തുടങ്ങി തോട്ടത്തിൽ അവസാനിക്കുന്ന പീഡാനുഭവ വിവരണമായാണ് യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ കേന്ദ്ര സംഭവം എന്ന് പറയുന്നത് പീലാത്തോസിൻ്റെ മുൻപിലുള്ള വിചാരണയാണ്. അതാണ് ഞാൻ സി എന്ന് പറഞ്ഞത്. അതിൻ്റെ കേന്ദ്രഭാഗം എന്ന് പറയുക പീലാത്തോസിൻ്റെ അരമനയിൽ കർത്താവിനെ വിചാരണ ചെയ്യുന്ന വചനഭാഗങ്ങളാണ്. ആ വിചാരണയുടെ വിവരണത്തിലൂടെയാണ് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ അർത്ഥം വ്യക്തമാക്കാൻ സുവിശേഷകൻ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയും പീലാത്തോസിൻ്റെ അരമനയിലുള്ള വിചാരണ സെൻട്രലൈസ്ഡ് പോർഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ വശങ്ങളിലൂടെയാണ് കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് അർത്ഥം വിശദമാക്കാനും വിവരിക്കാനും യോഹന്നാൻ സുവിശേഷകൻ പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺസെൻട്രിക് സ്ട്രക്ചർ പ്രകാരം എപ്രകാരമാണ് യോഹന്നാൻ ഈ വചനഭാഗത്തെ ഘടനാപരമായി ഉപയോഗിച്ചിരിക്കുന്നത്, ചേർത്ത് വച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. 1 എന്ന് പറഞ്ഞാൽ എ, ഈശോയെ ഗത്സമൻ തോട്ടത്തിൽ വെച്ച് ബന്ധിക്കുന്ന വചനഭാഗമാണ് 18-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. അതിനോട് ചേർന്ന് നിൽക്കുന്ന വചനഭാഗമാണ് അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതാണ് A1 അഥവാ 5. ഈശോയുടെ മൃതസംസ്കാരം നടക്കുന്നത് മറ്റൊരു തോട്ടത്തിലാണ്. അത് 19-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വചനഭാഗങ്ങളിൽ നമുക്ക് കാണാനായി സാധിക്കും. ഇനി ബി, ഈശോയുടെ അന്നാസിൻ്റെ മുൻപിലുള്ള വിചാരണയാണ്. അത് 18-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 27 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാനായി സാധിക്കും. അന്നാസിൻ്റെ മുൻപിൽ ഈശോയെ കൊണ്ടുചെന്ന് നിർത്തുന്നു. ഇനി നമ്മൾ അതിൻ്റെ B1 ഏതാണെന്ന് കാണുകയാണ്. B1 കാൽവരിയിലെ രംഗമാണ്. 19-ാം അധ്യായം 16b മുതൽ 2-ാം ഭാഗം മുതൽ 37-ാമത്തെ വാക്യം വരെയുള്ള വചനഭാഗങ്ങളാണ് കാൽവരിയിലെ കർത്താവിൻ്റെ രംഗങ്ങൾ. അപ്പോൾ ഒന്ന് അന്നാസിൻ്റെ മുൻപിൽ നിൽക്കുന്നു, മറ്റൊന്ന് കാൽവരിയിൽ ഈശോ നിൽക്കുന്നു. ഈ 2 കാര്യങ്ങളാണ് ബിയും B1 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള വചനഭാഗമാണ് സി എന്ന് പറയുക. അതാണ് 3 എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈശോ പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്ന വചനഭാഗം 18-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 19-ാം അധ്യായം 16a വരെയുള്ള വചനഭാഗങ്ങളാണ് സെൻട്രൽ പോർഷൻ അഥവാ സി എന്നറിയപ്പെടുന്ന 3-ാമത്തെ വചനഭാഗം. അവിടെയാണ് പീലാത്തോസിൻ്റെ മുൻപിൽ കർത്താവ് വിചാരണ നേരിടുന്ന വചനഭാഗം എന്ന് പറയുക. പീഡാസഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സംഭവിക്കുന്നത് പീലാത്തോസിൻ്റെ അരമനയിലാണ്. അവിടെ കർത്താവിനെ വിധിക്കുന്ന വചനഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. വിചാരണ ചെയ്ത് വിധിക്കുകയാണ് കർത്താവിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെയും കോൺസെൻട്രിക് സ്ട്രക്ചർ, ഏക കേന്ദ്ര ഘടന ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് അനുഭവിക്കുന്ന പീഡാസഹനങ്ങളെക്കുറിച്ച് ഗത്സമൻ തോട്ടത്തിലെ ബന്ധനസ്ഥനാകുന്ന കർത്താവ് മുതൽ മറ്റൊരു തോട്ടത്തിൽ ഈശോ അടക്കപ്പെടുന്ന സമയം വരെയുമുള്ള വചനഭാഗങ്ങളെ അപ്രകാരം രേഖപ്പെടുത്തിക്കൊണ്ടാണ് യോഹന്നാൻ സുവിശേഷകൻ കർത്താവിൻ്റെ പീഡാസഹനത്തെ അവതരിപ്പിക്കുന്നത് എന്നത് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും പലതരങ്ങളിലുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നിക് ഗ്രന്ഥകാരന്മാരൊക്കെയും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ യോഹന്നാൻ സുവിശേഷകൻ ഈ വചനഭാഗത്ത് 18-19 അധ്യായങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിക്കേറ്റീവ് ടെക്നിക്കാണ് കോൺസെൻട്രിക് സ്ട്രക്ചർ അഥവാ ഏക കേന്ദ്ര ഘടനയിലൂടെയുള്ള വിവരണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരംഭത്തിലും അവസാനത്തിലും ഒരേ ഘടന കാത്തു സൂക്ഷിക്കുന്നു.
അതിനുശേഷം അത് മധ്യത്തിലേക്ക് വരും തോറും കോൺസെൻട്രിക്കായി വന്നു. അത് പീഡാസഹനത്തിൽ കർത്താവ് അനുഭവിക്കുന്ന ഉച്ചസ്ഥായിയിലുള്ള അതികഠിനമായ പീഡകളെക്കുറിച്ചുള്ള പരാമർശങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്രകാരം യോഹന്നാൻ്റെ സുവിശേഷ ഗ്രന്ഥത്തിൻ്റെ രചനാ വൈഭവമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അവിടെ വളരെ പ്രധാനമായും യോഹന്നാൻ ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേറ്റീവ് ടെക്നിക്, മെത്തഡോളജി ഉപയോഗിക്കുന്നു. അതാണ് നമ്മൾ പറഞ്ഞത് ഏകഘടന സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ടാണ് വിവരിച്ചത് എന്നുള്ളത്. നമ്മുടെ ജീവിതങ്ങളിലും സഹനങ്ങൾ കടന്നു വരുമ്പോൾ, വേദനകൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ വിചാരണകൾക്ക് വിധേയമാക്കുമ്പോൾ, ഒരുപക്ഷെ കർത്താവ് അനുഭവിച്ചതിന് തുല്യമായി എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ കുരിശുമരണത്തിലേക്ക് പോലും നമ്മളെ തള്ളിവിടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിച്ചാൽ മറ്റൊന്നും വേണ്ട, അവൻ നമ്മുടെ കാര്യം നോക്കിക്കൊള്ളും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.